നമ്മുടെ ഭൂമി സൂര്യനിൽ നിന്ന് കൃത്യമായ ഒരു അകലത്തിൽ സൂര്യനെ ചുറ്റുന്നത് കൊണ്ടാണ് ആക്ച്വലി ഇത്രയും കംഫർട്ടബിളായിട്ട് നമ്മളിവിടെ ജീവിക്കുന്നത് എന്നാണ് പൊതുവായിട്ടുള്ള ധാരണ. ആ ഒരു നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരല്പം മുന്നോട്ട് നീങ്ങിയാൽ നമ്മൾ കരിഞ്ഞു പോകുമെന്നും ഒരല്പം പിന്നോട്ട് മാറിയാൽ നമ്മൾ തണുത്ത് മരവിച്ച് പോകുമെന്നും പറയാറുണ്ട്. ഇത് പൊതുവെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അധികമായിട്ട് കേൾക്കുന്നൊരു പ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി ആരോ കൃത്യമായി അളന്നു മുറിച്ചു വെച്ച ഒരിടത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന കൺക്ലൂഷനിൽ എത്താനാണ് എളുപ്പം. കേൾക്കുമ്പോൾ ഭയങ്കര രസമുള്ള കാര്യമാണ്, നമ്മൾ സ്പെഷ്യലാണ്, ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി മാത്രം പണിതൊരു വീടാണ് എന്നൊക്കെ തോന്നും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നേരിട്ടറിഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും കൃത്യമായ രീതിയിൽ ഭൂമിയെ നമുക്ക് വേണ്ടി കൊണ്ടുവച്ചതാണ് എന്ന വാദം സാധൂകരിക്കാൻ തക്ക തെളിവൊന്നും ഫിസിക്സിൻ്റെ ചരിത്രത്തിലോ ഫിസിക്സിൻ്റെ കണ്ടെത്തലിലോ ഇല്ല. നമ്മളോട് സ്നേഹം തോന്നിക്കാൻ വേണ്ടി മാത്രം പ്രപഞ്ചം കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിയത് ഇതിനേക്കാളൊക്കെ വലിയൊരു അത്ഭുതമാണ്. ഇതൊരു പെർഫെക്ഷൻ അല്ല, മറിച്ചൊരു അഡാപ്റ്റേഷൻ അഥവാ അതിജീവനം എന്നൊരു വലിയ സംഭവമാണ്. നമ്മളാരും നമുക്ക് വേണ്ടി പണിത ഒരു എയർ കണ്ടീഷൻ്റെ മുറിയിൽ നിൽക്കുകയല്ല, മറിച്ച് തീയും പുകയും മഞ്ഞും നിറഞ്ഞ ഒരിടത്ത് ശ്വസിക്കാനും കുടിക്കാനും ജീവിക്കാനും ഒക്കെ തന്നെ ആർജിച്ചെടുത്ത സർവൈവേഴ്സ്, അല്ലെങ്കിൽ തെളിവ് സഹിതം നോക്കിക്കഴിഞ്ഞാൽ ഇതിനെയൊക്കെ തന്നെ പടവെട്ടി നിലനിൽക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ഓർബിറ്റലിൻ്റെ സയൻസ്, നമ്മുടെ ജീവശാസ്ത്രം, നമ്മുടെ സൗരയൂഥത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ജീവൻ്റെ സാധ്യതകൾ, ഇതെല്ലാം പൂർണ്ണമായിട്ടല്ലെങ്കിലും നമുക്ക് ഇതുവരെ കിട്ടിയ നോളജ് അനുസരിച്ചുകൊണ്ട് പഠിക്കുമ്പോഴേക്ക് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാവും. സൂര്യനിൽ നിന്ന് കൃത്യമായ ഒരു സ്ഥലത്ത് പോയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിലല്ല ഭൂമി നിൽക്കുന്നത്. അതുകൊണ്ടല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത്, മറിച്ച് ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാൻ നമുക്ക് കഴിവുള്ളത് കൊണ്ടാണ്. പതിനേഴാം നൂറ്റാണ്ടിൽ ജോഹന്നസ് കെപ്ലർ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ട്. +1 ഫിസിക്സിൻ്റെ പാഠപുസ്തകം NCERT എടുത്തു നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നത് ഒരു വൃത്താകൃതിയിലുള്ള പാതയിലല്ലെന്നും മറിച്ചൊരു ദീർഘവൃത്താകാരം അഥവാ എലിപ്സ് എന്ന് പറയുന്ന ഒരു രൂപത്തിലാണ് എന്നും കൃത്യമായിട്ട് അന്നേ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വർഷം തോറും സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട് ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ ഭൂമി സൂര്യനിലേക്ക് വീഴുന്നില്ല? ഇതിന് കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ നമുക്ക് പറയാൻ പറ്റും. ആ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ ഗുരുത്വാകർഷണ പരിധിയിൽ ഭൂമി നിരന്തരം വീണുകൊണ്ടിരിക്കുകയാണ് എന്നും, പക്ഷേ കൃത്യമായിട്ടുള്ള ഫിസിക്സിൻ്റെ റൂൾ അനുസരിച്ചുകൊണ്ട് സൂര്യനിലേക്ക് വീഴാതെ നമ്മൾ ഒരു തരത്തിൽ കറങ്ങി നിൽക്കുകയാണ് എന്നുള്ളതുമാണ് എക്സ്പ്ലനേഷൻ. പണ്ടൊരു പക്ഷേ ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ഒരുപാട് ഗോളങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. അതെല്ലാം കഴിഞ്ഞ് എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ച് വന്ന കുറേ ഗോളങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്ക് കണക്കുകൾ തന്നെ നോക്കാം. ജനുവരി മാസത്തിൽ പെരിഹീലിയൻ എന്ന് പറയുന്ന അവസ്ഥയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തെത്തുന്ന ഒരു സമയമാണ്. ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഭൂമി സൂര്യനെ ചുറ്റുന്ന സമയത്ത് ഇങ്ങനെ വളരെ വേഗത്തിൽ ചുറ്റി സൂര്യനിൽ വീഴാതെ സൂര്യൻ്റെ അരികിലൂടെ കടന്നു പോകുന്ന, ഭൂമി വളരെ വേഗത്തിൽ സൂര്യനെ ചുറ്റുന്ന ഒരു സമയം. ഏകദേശം 14.7 കോടി കിലോമീറ്ററാണ് ഏകദേശം ആ സമയത്ത് സൂര്യൻ്റെ സർഫസിൽ നിന്നും ഭൂമിയിലേക്കുള്ള അകലം. ഇനി 6 മാസം കഴിഞ്ഞ്, അതായത് സൂര്യന് ചുറ്റുമുള്ള പരിക്രമണത്തിൻ്റെ അല്ലെങ്കിൽ റെവല്യൂഷൻ്റെ ഹാഫ് സൈക്കിൾ പൂർത്തിയാക്കുമ്പോൾ ഏകദേശം ഒരു ജൂലൈ മാസം വരുന്ന സമയത്ത് നമ്മൾ അപ്ഹീലിയൻ എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്തും. അതായത് ആ അടുത്തുകൂടി കറങ്ങിയിട്ട് വളരെ വേഗം ദൂരേക്ക് തെറിച്ചു പോകുന്ന ഒരു സമയം. അപ്പോൾ സൂര്യൻ്റെ സർഫസിൽ നിന്ന് നമ്മൾ ഏകദേശം 15.2 കോടി കിലോമീറ്റർ അകലെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വ്യത്യാസം എത്രയാണെന്ന് അറിയാമോ? ഏകദേശം 50 ലക്ഷം കിലോമീറ്റർ. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലം വെറും 3 ലക്ഷം കിലോമീറ്ററാണ്. അപ്പോൾ ഒരു സമയത്ത് സൂര്യൻ്റെ അടുത്ത് ഏറ്റവും അരികിൽ നിൽക്കുകയും പിന്നീട് സൂര്യനിൽ നിന്ന് 50 ലക്ഷം കിലോമീറ്റർ അകലേക്ക് തെറിച്ചു പോവുകയും ചെയ്യുകയാണ് സാധാരണ ഭൂമി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രസിഷനൊക്കെ നമുക്ക് റിലേറ്റിവിറ്റി തിയറി ഉപയോഗിച്ചുകൊണ്ട് പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ 13 ഇരട്ടി ദൂരമാണ് നമ്മൾ ഓരോ വർഷവും മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ സൂര്യനിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കിയാലും സൂര്യൻ്റെ അടുത്തേക്ക് ഭൂമി വരുമ്പോൾ ഭൂമി കരിഞ്ഞു പോകുന്നുണ്ടോ? അല്ലെങ്കിൽ അകന്നു പോകുമ്പോൾ ഭൂമി തണുത്തുറയുന്നുണ്ടോ? ഇപ്പോൾ കേരളത്തിലൊക്കെ തന്നെ നല്ല തണുപ്പുള്ള സമയമാണ്. നവംബർ ലാസ്റ്റായി ഡിസംബർ, ജനുവരി, ഫെബ്രുവരി അടിപൊളി തണുപ്പാണ്. പക്ഷേ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് കണക്കനുസരിച്ച് നോക്കിയാൽ ഭൂമി സൂര്യൻ്റെ 50 ലക്ഷം കിലോമീറ്റർ അരികിൽ നിൽക്കുന്നത്. ആ സമയത്ത് കടൽ തിളച്ചു മറിയുന്നുണ്ടോ? ഇല്ല. കേരളത്തിലാണെങ്കിൽ ഏകദേശം ജനുവരി മാസത്തിലൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത്. അതേസമയം 6 മാസം കഴിഞ്ഞ് ജൂലൈ ആകുമ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമി ഒരുപാട് അകലെയാണ്. നമുക്കൊരു മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലൊക്കെ തന്നെ ഏകദേശം നല്ല വെയിൽ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഭൂമി ഐസ് കട്ടയായിട്ടും പോകുന്നില്ല.
അതായത് ഉത്തരാർദ്ധ ഗോളത്തിലുള്ളവർക്ക് തണുപ്പ് കാലം അനുഭവപ്പെടുന്ന സമയം ഭൂമി സൂര്യൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ഒരല്പം മാറിയാൽ നമ്മൾ തീർന്നു പോകും എന്ന് പറയുന്ന ഒരു ക്ലെയിം തന്നെ അവിടെ പൊളിഞ്ഞു. 50 ലക്ഷം കിലോമീറ്റർ മാറിയിട്ട് പോലും നമുക്കൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിക്ക് സൂര്യനിൽ നിന്ന് കിട്ടുന്ന ചൂടിൻ്റെ മാത്രം സ്വാധീനമല്ല നമ്മുടെ ടെമ്പറേച്ചർ വേരിയേഷന് കാരണം. ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മുടെ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏറെക്കുറെ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് എത്തുന്ന ചൂടിൻ്റെ വിതരണത്തെ ആശ്രയിച്ചിരിക്കുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഘടനയും ഭൂമിയുടെ ചരിവുമൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ല. ഇനി പറയുന്നൊരു കാര്യമാണ് ഹാബിറ്റബിൾ സോൺ. പൊതുവേ നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. സൂര്യനിൽ നിന്ന് ഒരു നിശ്ചിത ദൂരത്തിൽ നിൽക്കുന്ന ഗോളങ്ങളിൽ മാത്രമേ ജീവൻ നിലനിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് പരിവർത്തനപ്പെടൂ എന്നാണ് സാധാരണ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഗോൾഡിലോക്ക് സോൺ എന്നൊക്കെ വിളിക്കുന്ന ഒരിടമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വെള്ളം ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ സാധ്യതയുള്ള ഇടമെന്നാണ്. പക്ഷേ അതൊരു നൂൽപ്പാലം അല്ല. ഇപ്പോൾ സൂര്യൻ എടുത്തു കഴിഞ്ഞാൽ സൂര്യന് ഇത്രയും കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഒരു ചെറിയ ഏരിയയിൽ മാത്രമേ വെള്ളം ദ്രാവകാവസ്ഥയിൽ നിൽക്കൂ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അതൊരു ഹൈവേ ആണ്. ഏകദേശം കോടിക്കണക്കിന് കിലോമീറ്റർ വീതിയുള്ള ഒരു വലിയ ഏരിയ ഉണ്ട്. ആ ഏരിയയിലെ ഏതോ ഒരു സ്ഥലത്ത് നിന്നാണ് ഭൂമി കറങ്ങുന്നത്. ബാക്കി ഒരുപാട് സ്ഥലം അവിടെ വേക്കൻ്റ് ഉണ്ട്. നമ്മുടെ അന്തരീക്ഷം ഈ ഒരു സാഹചര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഭൂമിയുടെ സർഫസിലേക്ക് ചൂടെത്തുന്നത്. ഞാൻ പിന്നെ പറയാനിരുന്ന കാര്യമാണ്, ഈ അന്തരീക്ഷം അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവിടെയും കയറി പിടിക്കണ്ട. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത കൊടും ചൂടുള്ള മരുഭൂമികളുണ്ട്. നമുക്ക് കാല് കുത്താൻ പറ്റാത്ത കൊടും തണുപ്പുള്ള മഞ്ഞുമലകളുള്ള സ്ഥലങ്ങളുമുണ്ട്. ഭൂമിയുടെ ജീവിക്കാൻ സാധ്യതയുള്ള ഏരിയയിൽ ഏകദേശം 1/2 സ്ഥലവും വെള്ളമാണ്. ബാക്കി 1/1 സ്ഥലത്ത് തന്നെ പല സ്ഥലങ്ങളും എക്സ്ട്രീം കണ്ടീഷൻസാണ്. നമ്മൾ വളരെ ചെറിയ ഏരിയയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഭൂമിയെ വീണ്ടും സൂര്യൻ്റെ അടുത്തോട്ടോ ദൂരോട്ടോ കൊണ്ടുപോയി കഴിഞ്ഞാലും വലിയ തോതിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ ജീവൻ നിലനിൽക്കും. ശരി, ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം കൂടി വരും. ഓർബിറ്റ് എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന പാതയിലാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ കരിഞ്ഞു പോവില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഭൂമി നമുക്ക് ജീവിക്കാൻ ഇത്രയും പാകമായിരിക്കുന്നത്? ഓക്സിജൻ അത് ഏകദേശം 21% അളവിലുണ്ട്. ഗ്രാവിറ്റി ആണെങ്കിൽ നമുക്ക് ജീവിക്കാൻ കൃത്യമായ അളവിൽ. ഇതെങ്ങനെ സംഭവിച്ചു? ഇവിടെയാണ് ഡഗ്ലസ് ആദംസ് പറഞ്ഞൊരു കഥ എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്കൊരു മഴക്കുഴിയെ പറ്റി ആലോചിച്ച് നോക്കാം. ഒരു ദിവസം രാവിലെ ഒരു മഴക്കുഴിക്ക് ജീവൻ ഉണ്ടായി എന്ന് കരുതുക, അല്ലെങ്കിൽ അത് കോൺഷ്യസ് ആണെന്ന് കരുതുക. ആ കുഴിയിലുള്ള വെള്ളം ചുറ്റും നോക്കിയിട്ട് ചിന്തിക്കുകയാണ്, ഹൗ എന്ത് രസമുള്ള ലോകം, എന്നെ ഉൾക്കൊള്ളാൻ പാകത്തിന് കൃത്യമായിട്ടാണ് ഈ കുഴി കുഴിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ വളഞ്ഞിരിക്കുന്നിടത്ത് ഈ കുഴിയും വളഞ്ഞിട്ടുണ്ട്. എൻ്റെ ആഴത്തിനനുസരിച്ചാണ് ഇതിൻ്റെ ആഴം. ഉറപ്പാണ് എന്നെ ഇതിലിരുത്താൻ വേണ്ടി ആരോ പ്രത്യേകം സെറ്റ് ചെയ്തെടുത്തൊരു കുഴിയാണിത്. ആ വെള്ളം വിചാരിക്കുന്നത് കുഴി അതിനു വേണ്ടി ആരോ ഉണ്ടാക്കിയതെന്നാണ്. പക്ഷെ നമുക്കറിയാം കുഴിയുടെ ആകൃതിയിലേക്ക് വെള്ളം അഡ്ജസ്റ്റ് ചെയ്തതാണെന്ന്. ഇത് തന്നെയാണ് ഭൂമിയിലും സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യന് വേണ്ടി ഭൂമിയെ ഡിസൈൻ ചെയ്തു എന്ന് പറയണമെങ്കിൽ ഭൂമിയിലെല്ലാം സെറ്റായിട്ട് മനുഷ്യനെ എവിടെന്നെങ്കിലും ഇവിടെ കൊണ്ടുവയ്ക്കണം. പക്ഷേ ഭൂമിയുടെ അവസ്ഥകൾക്കനുസരിച്ച് മനുഷ്യൻ അല്ലെങ്കിൽ ജീവൻ മാറുന്നുണ്ട് എന്നും ഇവോൾവ് ചെയ്യുന്നുണ്ട് എന്നും കൺമുന്നിൽ തെളിയുന്ന സത്യമാണ്. ഗ്രാവിറ്റി ഇതിലും അല്പം കൂടുതലായിരുന്നുവെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഉയരം കുറഞ്ഞ് എല്ലുകൾക്ക് ബലം കൂടുതലുള്ള ജീവികളാകുമായിരുന്നു. ഗ്രാവിറ്റി കുറവാണെങ്കിൽ തിരിച്ച് നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടായേനെ. സൂര്യപ്രകാശം കുറവായിരുന്നെങ്കിൽ നമ്മൾ ഇൻഫ്രാറെഡ് കാണാൻ കഴിയുന്ന വലിയ കണ്ണുകളുള്ള ജീവിയായി പരിണാമപ്പെട്ടനെ. നമ്മൾ പരിസ്ഥിതിയെ നോക്കി ഇത് പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത് ആ പരിസ്ഥിതിയിൽ അതിജീവിച്ചവരുടെ മക്കളായതുകൊണ്ടാണ് നമ്മൾ. ഇനി ഈ ഡിസൈൻ എന്ന് പറയുന്ന പദത്തെ കുറച്ചുകൂടെ സൂക്ഷ്മമായി നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണോ വാച്ചോ പോലെ സ്റ്റാറ്റിക്കായ ഒരു സാധനമല്ല ലൈഫ്. ഒരു കസേര എടുത്ത് നോക്കിയേ, അതിൻ്റെ ഒരു കാലൊടിഞ്ഞു പോയാൽ അത് തീർന്നു. അതിന് സ്വയം നന്നാക്കാനോ പുതിയ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനോ കഴിയില്ല. പക്ഷേ ജീവൻ അങ്ങനെയല്ല. ജീവൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബാക്കി ഈ പറയുന്ന ഡിസൈൻ ചെയ്യുന്ന വസ്തുക്കൾക്കൊന്നും ഇല്ലാത്ത റീപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദനം എന്ന് പറയുന്ന ശേഷിയാണ്. ഇവിടെയാണ് രസം. DNA കോപ്പി ചെയ്യുന്ന സമയത്ത് എപ്പോഴും 100% പെർഫെക്റ്റ് ആയിരിക്കില്ല. ഫസ്റ്റ് കേസ് ലൈംഗികമായിട്ടുള്ള പ്രത്യുൽപാദനമാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും DNA പരസ്പരം ചേരുന്നുണ്ട്. മാത്രമല്ല DNA കോപ്പി ചെയ്യുമ്പോൾ അവിടെ ചെറിയ ചെറിയ ഇററുകൾ വരും. ഇതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ശരിക്കും ഇതൊരു കുഴപ്പമല്ല, ഇതൊരു ഗുണമാണ്. ഇപ്പോൾ നിങ്ങളുടെ കാര്യം തന്നെ എടുത്താൽ മതി. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഗുണങ്ങൾ മിക്സ് ആവുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ചില ഗുണങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അത് ഗുണമാകാം, ദോഷമാകാം, ചിലപ്പോൾ ഒരു പ്രശ്നമില്ലാത്തതാകാം. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമൂഹത്തിൽ റിപ്പീറ്റ് ആവുകയും പരിസ്ഥിതിക്കനുസരിച്ച് ചില ഗുണങ്ങൾ മാത്രം പിടിച്ചു നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ
അവർക്കായിരിക്കും പുതിയ പ്രത്യുൽപാദന ശേഷി ഉണ്ടാവുക. അല്ലാതെ കൊടുങ്കാറ്റടിക്കുമ്പോൾ ജങ്കിയാടി കിടക്കുന്ന വസ്തുക്കളെല്ലാം കൂടിച്ചേർന്ന് വിമാനമുണ്ടാക്കുന്ന താരതമ്യവും പ്രത്യുൽപാദനം നടത്താൻ കഴിയുന്ന ജീവനുമായിട്ട് ഒരിക്കലും താരതമ്യപ്പെടുത്തി നമുക്ക് ജീവൻ്റെ പരിണാമവും നമ്മൾ ഉണ്ടായി വന്നതിനെയും കുറിച്ച് പറയാൻ പറ്റില്ല. സൂര്യൻ ചൂടാകുമ്പോഴോ മഞ്ഞ് വീഴുമ്പോഴോ ആ മാറ്റത്തെ അതിജീവിക്കാൻ കഴിവുള്ള മ്യൂട്ടേഷനുകൾ ഉള്ളവരാണ് സാധാരണ ബാക്കിയാവുക. ബാക്കിയുള്ളവർ ചത്തുപോകും. ഇതിനെയാണ് ചാൾസ് ഡാർവിൻ നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിച്ചത്. അതുകൊണ്ട് നമ്മളൊരു ഫിക്സഡ് ഡിസൈൻ അല്ല, കോടിക്കണക്കിന് വർഷങ്ങളായി നടന്ന ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ റിസൾട്ടാണ് നമ്മൾ. ഇനി നിങ്ങൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായുവിൻ്റെ കാര്യം എടുക്കാം. നമ്മൾ വിചാരിക്കുന്നത് ഓക്സിജൻ നമുക്ക് വേണ്ടി ഇവിടെ ആരോ നിറച്ചതാണെന്നുള്ളതാണ്. എന്നാൽ ഭൗമശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. ഭൂമിയുടെ ചരിത്രത്തിൻ്റെ പകുതി കാലഘട്ടത്തിലും ഓക്സിജൻ എന്ന് പറയുന്നത് വളരെ വലിയ വിഷമായിരുന്നു. എന്നുവെച്ചാൽ അക്കാലത്ത് ജീവിച്ചിരുന്ന ജീവജാലങ്ങൾക്ക് ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ചത്തുപോകും. ഏകദേശം ഒരു 240 കോടി വർഷങ്ങൾക്ക് മുമ്പ് സയാനോ ബാക്ടീരിയ എന്നൊരു തരം ബാക്ടീരിയകൾ ഭൂമിയിൽ ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ അവയുടെ ഫോട്ടോസിന്തസിൻ്റെ ഫലമായി ഓക്സിജൻ പുറത്തുവിടാൻ തുടങ്ങി. അന്നത്തെ ജീവജാലങ്ങൾക്കത് താങ്ങാൻ പറ്റിയില്ല. ഓക്സിജൻ കൂടിയപ്പോൾ ഭൂമിയിലെ 99% ജീവജാലങ്ങളും ചത്തുപോയി. ഗ്രേറ്റ് ഓക്സിഡേഷൻ ഈവൻ്റ് എന്നാണ് ശാസ്ത്രം ഇതിനെ വിളിക്കുന്നത്. അക്കാലത്ത് ചത്തുപോയ ജീവജാലങ്ങളുടെ ഫോസിലുകളും അതിൻ്റെ ബാക്കി വന്ന കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ആ ഒരു വിഷത്തെ അതിജീവിക്കാൻ പഠിച്ച ബാക്ടീരിയകളുടെ പിന്മുറക്കാരായതുകൊണ്ടാണ്. നമ്മളൊരു ദുരന്തത്തെ അവസരമാക്കി മാറ്റി. ഓക്സിജൻ ഉപയോഗിച്ച് എനർജി ഉണ്ടാക്കാൻ നമ്മൾ ഇവോൾവ് ചെയ്തു. അല്ലാതെ ഭൂമി നമുക്ക് ഓക്സിജൻ ഗിഫ്റ്റായിട്ട് തന്നതും അതിനുശേഷം അതിനനുസരിച്ചുള്ള ഡിസൈൻ രൂപപ്പെട്ടതും അല്ല. ഇതൊക്കെ തന്നെ എവല്യൂഷനിലൂടെ നമ്മൾ പിടിച്ചു വാങ്ങിയതാണ്. ഇനി അഥവാ ഭൂമി ജീവന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സ്വർഗമാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥകളൊന്ന് നോക്കിയേ. സഹാറ മരുഭൂമിയിൽ കുറച്ചു നേരം നിന്നാൽ നമുക്ക് അതിജീവിക്കുക ബുദ്ധിമുട്ടാണ്. അന്റാർട്ടിക്കയിലേക്ക് പോയാൽ മഞ്ഞ് കൊണ്ട് മരവിച്ചു പോകും. സമുദ്രത്തിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ പ്രഷർ കൊണ്ട് നമ്മൾ തകർന്നു പോകും. കുറച്ച് ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്സിജൻ മാസ്ക് ഇല്ലാതെ അതിജീവിക്കാൻ പറ്റില്ല. പർവ്വത പ്രദേശങ്ങളിലേക്ക് പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ മനുഷ്യൻ ടെക്നോളജിയുടെ സഹായമില്ലാതെ അതിജീവിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ സ്ഥലവും നമുക്ക് എതിരാണ്. പിന്നെ എങ്ങനെയാണ് ജീവൻ ഇവിടെ നിലനിൽക്കുന്നത് എന്ന ചോദ്യം വരാം. അത് സിമ്പിളാണ്. ജീവൻ എന്ന് പറയുന്നത് ഒരു വാശിയാണ്. അതിന് വേണമെങ്കിൽ അത് അതിജീവിക്കും. ഉദാഹരണത്തിന് എക്സ്ട്രീമോഫൈൽസ് എന്ന് പറയുന്ന സൂക്ഷ്മജീവികളെ പറ്റി കേട്ടിട്ടുണ്ടോ? തിളച്ചുമറിയുന്ന അഗ്നിപർവ്വതങ്ങളുടെ വായുവക്കിലും ആസിഡ് നിറഞ്ഞ തടാകങ്ങളിലും കടലിൻ്റെ അടിത്തട്ടിലെ വലിയ മർദ്ദങ്ങളിലുമൊക്കെ തന്നെ എക്സ്ട്രീമോഫൈൽസ് ജീവിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ജീവന് വേണ്ടത് ഒരു പെർഫെക്റ്റ് കണ്ടീഷൻ അല്ല, പിടിച്ചു നിൽക്കാനുള്ളൊരു വള്ളിയാണ്. അത് മാത്രം മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ ജീവൻ വിടില്ല. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. ജീവിക്കാൻ സൂര്യൻ്റെ ചൂട് വേണം എന്ന് നിർബന്ധമുണ്ടോ? കടലിനടിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജിയോ തെർമൽ വെൻറ്റുകളുണ്ട്. അതായത് അഗ്നിപർവ്വതങ്ങൾ പോലെ ചൂടുള്ള ഭൂമിയുടെ അകംഭാഗത്തെ ലാവയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന കടലിൻ്റെ അടിത്തട്ട്. അവിടെ നിന്ന് നല്ല ചൂടുള്ള നീരുറവകൾ പുറത്തേക്ക് വരാറുണ്ട്. ആ ഭാഗത്ത് നല്ല രീതിയിൽ ജീവൻ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സൂര്യനുണ്ട് എന്ന് പോലും തിരിച്ചറിയാത്തൊരു ലോകം ഭൂമിയുടെ കടലിനടിയിലുണ്ട് എന്നും അവിടെ ജീവജാലങ്ങൾ ഇതുപോലെയുള്ള ഭൂമിയുടെ ഇൻറ്റേർണൽ ചൂട് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതുമാണ്. പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് സൂര്യനിൽ നിന്ന് നിശ്ചിത അകലത്തിലുള്ള ചൂടുള്ള ഗ്രഹങ്ങളിൽ മാത്രമേ ജീവൻ ഉണ്ടാകൂ എന്നതായിരുന്നെങ്കിൽ ഇന്നീ പറയുന്ന ഹാബിറ്റബിൾ സോൺ മാത്രം മതി ജീവൻ ഉണ്ടാകാൻ എന്ന ധാരണ തെറ്റാണ്. ഉദാഹരണത്തിന് നമുക്ക് ജൂപ്പിറ്ററിൻ്റെയും സാറ്റേണിൻ്റെയും അതായത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും അടുത്തേക്ക് പോകാം. അവിടെ യൂറോപ്പ, എൻസലാഡസ് തുടങ്ങിയ ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനിൽ നിന്ന് വളരെ അധികം അകലെയുള്ള കൊടും തണുപ്പുള്ള ഐസ് ഗോളങ്ങളാണിവ. നമ്മുടെ പഴയ തിയറി വെച്ച് നോക്കിയാൽ അവിടെ ജീവന് യാതൊരു സാധ്യതയുമില്ല. പക്ഷേ നാസയുടെ ഗലീലി, കാസിനി തുടങ്ങിയ പേടകങ്ങൾ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതാണ്. ഈ ഐസ് പാളികൾക്കടിയിൽ വലിയ സമുദ്രങ്ങളുടെ സാന്നിധ്യം അവർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അത് ദ്രാവക രൂപത്തിലുള്ള വെള്ളമാവാം. അതെങ്ങനെ സംഭവിച്ചു? അവിടെ സൂര്യനില്ലല്ലോ. ഇവിടെയാണ് ടൈഡൽ ഹീറ്റിംഗ് എന്ന് പറയുന്ന ഭൗതിക ശാസ്ത്രത്തിലെ പ്രതിഭാസം വരുന്നത്. വ്യാഴം പോലെയുള്ള ഭീമൻ ഗ്രഹങ്ങളുടെ ഗ്രാവിറ്റി മൂലം ഈ ചെറിയ ഉപഗ്രഹങ്ങൾ വല്ലാതെ സ്ട്രെച്ച് ആവുന്നുണ്ട്, ഒരു റബ്ബർ പന്ത് ഞെരിക്കുന്നത് പോലെ. സോ ഗ്രാവിറ്റി ഇവയുടെ കോർ ഭാഗം, അകംഭാഗത്തെ ഞെരിക്കുന്ന ഘർഷണം കാരണം അതിൻ്റെ ഉള്ളിൽ നിന്നും ചൂടുണ്ടാകുന്നുണ്ട്. അതായത് സൂര്യൻ്റെ ആവശ്യമില്ലാതെ തന്നെ സ്വന്തമായി ചൂടുണ്ടാക്കി ഐസിനടിയിലെ വെള്ളം സൂക്ഷിക്കുന്ന ലോകങ്ങൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെയുണ്ട്. അവിടെ ആ ഇരുണ്ട സമുദ്രങ്ങളിൽ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തെ പറ്റി യാതൊരു അറിവുമില്ലാത്ത ജീവികൾ ചിലപ്പോൾ നീന്തി നടക്കുന്നുണ്ടാകാം. അതിനേക്കാൾ എക്സ്ട്രീമാണ് ടൈറ്റൻ എന്ന ശനിയുടെ ഉപഗ്രഹം. അവിടെയും മഴയുണ്ട്, പുഴയുണ്ട്, തടാകങ്ങളുണ്ട്. അത് പ്രൂവ്ഡാണ്. നമ്മളതിൻ്റെ ഡാറ്റയൊക്കെ തന്നെ ഹൈജൻസ് എന്ന് പറയുന്ന ഒരു ലാൻഡറിനെ വെച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടൈറ്റനിലുള്ളത് വെള്ളമല്ല,
പകരം ലിക്വിഡ് മീഥെയിനാണ്. നമ്മുടെ നാച്ചുറൽ ഗ്യാസൊക്കെ ദ്രാവക രൂപത്തിൽ കിടക്കുന്ന ഒരവസ്ഥ. അവിടെ ജീവൻ ഉണ്ടെങ്കിൽ അത് നമ്മളെപ്പോലെ വെള്ളം കുടിക്കുന്ന ജീവിയല്ല. അവർക്ക് ഓക്സിജൻ വേണ്ടി വരില്ല. നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമുള്ളൊരു കെമിസ്ട്രി ആയിരിക്കും അത്. അപ്പോൾ മീഥേനൊക്കെ നിറഞ്ഞ ഒരു ഗ്രഹത്തിന് സൂര്യനിൽ നിന്ന് ഇത്ര കിലോമീറ്റർ അകലെയാണ് ഹാബിറ്റബിൾ സോൺ എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വെള്ളം വെച്ചാണ് ഹാബിറ്റബിൾ സോൺ പറയുന്നത്. സോ നമ്മുടെ ബുദ്ധിയും ജീവനെക്കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും അതിൻ്റെ കോമ്പോസിഷനും ഒക്കെ തന്നെ ഭൂമിയെ ബേസ് ചെയ്താണ് പറയുന്നത്. ഒരുപക്ഷെ ജീവൻ എന്ന് പറയുന്നത് ഭൂമിയിലെ അതേ കോമ്പോസിഷനിൽ തന്നെ ഇവോൾവ് ചെയ്യുന്നതായിരിക്കില്ല. വേറെ എന്തെങ്കിലും ലിക്വിഡിൻ്റെ ബേസിലുണ്ടാവാം, വേറെ ഏതെങ്കിലും ആറ്റംസിൻ്റെ ബേസിലുണ്ടാവാം. സോ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇനി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, സമയത്തിൻ്റെ കണക്ക്. നമ്മുടെ ഭൂമി പെർഫെക്റ്റായി ഡിസൈൻ ചെയ്തതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കാര്യം മറക്കരുത്, 450 കോടി വർഷം എന്ന് പറയുന്ന സമയം അത്ര ചില്ലറ സമയമല്ല. ഭൂമി തുടങ്ങിയപ്പോൾ ഇതൊരു തീഗോളമായിരുന്നു, പിന്നെ ഇതൊരു നീർക്കുമിളയായി മാറി, പിന്നെ ഒരു കാലത്ത് സ്നോബോൾ എന്ന് വിളിക്കുന്ന സമയത്ത് ഭൂമി മുഴുവൻ ഐസ് കട്ടയായിട്ടുണ്ട്. ഇതിനിടയിൽ സൂര്യൻ്റെ ചൂട് കൂടി, ഓർബിറ്റിൽ മാറ്റങ്ങൾ വന്നു, മിലാങ്കോയ് സൈക്കിളുകൾ ഭൂമിക്ക് തന്നെ സംഭവിച്ച് പലതരത്തിലുള്ള ഐസേജുകൾ കടന്നു വരുന്നുണ്ട്. ഭൂമിയിലെ ജീവൻ 90% നശിച്ചു പോകുന്ന എക്സ്റ്റിങ്ഷൻ ലെവൽ ഈവൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. സോ നമ്മുടെ ഭൂമി ഒരു ഫിക്സഡ് ഏരിയയിൽ കീപ്പ് ചെയ്യപ്പെട്ട ഒരു ഗോളമാണെങ്കിൽ ഇവിടെ ജീവൻ ഒടുങ്ങിപ്പോകാനുള്ള സാധ്യതയായിരുന്നു കൂടുതൽ. പക്ഷേ കണ്ടീഷൻസ് മാറുമ്പോൾ അതിനനുസരിച്ച് മാറാനും ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാനും ജീവന് കഴിയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഇന്നിവിടെ നിൽക്കുന്നത്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ജീവിച്ച ജീവികളിൽ മ്യൂട്ടേഷൻ വന്നപ്പോൾ രോമം പോലെയുള്ള രൂപങ്ങൾ വരുന്ന ജീവികൾ അതിജീവിച്ചു. ചൂട് വന്നപ്പോൾ രോമം നഷ്ടപ്പെട്ടു. കാട് പോയപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നടക്കാൻ പഠിച്ചു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആരെങ്കിലും നിങ്ങളോട് സോഷ്യൽ മീഡിയയിലോ നേരിട്ടോ വന്നിട്ട് സൂര്യനിൽ നിന്നും ഭൂമി ഇത്ര അകലത്ത് ഇരുന്നത് കൊണ്ടാണ് പെർഫെക്റ്റ്, ഇച്ചിരി അങ്ങോട്ട് പോയാൽ കരിഞ്ഞു പോകും, ഇച്ചിരി ഇങ്ങോട്ട് വന്നാൽ തണുത്തു പോകും, അതവിടെ കൃത്യമായിട്ട് സെറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അവരോട് ആ ഒരു 50 ലക്ഷം കിലോമീറ്ററിൻ്റെ കാര്യം പറയുക, ആ ഐസ് മൂടിയ ഉപഗ്രഹങ്ങളിലുള്ള ചൂടിൻ്റെ കാര്യം പറയുക. നമ്മളൊരു ലോട്ടറി അടിച്ചതുകൊണ്ട് മാത്രം ഇവിടെ ജീവിക്കുന്നവരല്ല, നമ്മൾ സർവൈവ് ചെയ്തവരാണ്. നമ്മൾ ഓരോരുത്തരും ഇവിടെ അതിജീവിക്കാൻ കാരണം നമ്മുടെ മുൻ തലമുറ സക്സസ്ഫുള്ളായിട്ട് ഇവിടെ ഇവോൾവ് ചെയ്ത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ച് പിടിച്ചു നിന്നതുകൊണ്ടാണ്. ആ ലീനിയേജിൽ ആരെങ്കിലുമൊക്കെ തന്നെ അന്ന് അതിജീവിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളിൽ പലരും ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ അത്രയും വലിയൊരു പാരമ്പര്യം പേറുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഒട്ടും അനുകൂലമല്ലാത്ത, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, പലപ്പോഴും നമ്മുടെ മുൻ തലമുറക്കാരെ കൊല്ലാൻ ശ്രമിച്ച ഒരു പ്രപഞ്ചത്തിൽ പൊരുതി ജയിച്ച അവരുടെ ബാക്കി പത്രമാണ് നമ്മൾ. അതല്ലേ ശരിക്കുള്ള ത്രില്ല്. ഈ പ്രപഞ്ചം നമുക്കായി പണിത ഒരൊറ്റമുറി വീടല്ല, അതൊരു വലിയ കൊട്ടാരമാണ്. നമ്മൾ അതിൻ്റെ വാതിലുകൾ ഓരോന്നായി തുറന്നു നോക്കുന്നതേ ഉള്ളൂ. അടുത്ത വാതിലിന് പിന്നിൽ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ.